നിങ്ങൾ രണ്ടുപേരെയും വിളിച്ചു വരുത്തിയത് ഒരു പ്രത്യേക കാര്യം റിവീൽ ചെയ്യാനാണ്. ആത്മഹത്യയെന്നോ സ്വാഭാവിക മരണമെന്നോ തെറ്റിദ്ധരിച്ച് എഴുതിത്തള്ളിപ്പോകാമായിരുന്ന ഡോക്ടർ അപർണയുടെ മരണം ഒരു കൊലപാതകമായിരുന്നു. ആരാണ് കൊലയാളി എന്നറിയാൻ രണ്ടാൾക്കും ആകാംക്ഷയുണ്ടാവും. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എനിക്കൊരു വാക്ക് തരണം. എന്താണ് സാർ? കൊലയാളിയെ കാട്ടിത്തന്നാൽ അയാളെ നിയമത്തിന് മുൻപിലെത്തിച്ച് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരും. പ്രത്യേകിച്ച് ഡോക്ടർ മല്ലികയുടെ. നിങ്ങൾ ആ വാക്കെനിക്ക് തന്നാൽ കൊലയാളിയെ അധികം വൈകാതെ നിങ്ങൾക്ക് കാണാം. ഞാൻ വാക്ക് തരുന്നു. ഓക്കെ, ഇസ്മയിൽ സ്റ്റാർട്ട് ചെയ്യും. സാർ, താങ്ക് യു. തന്നെ ഇങ്ങനെ സ്ഥിരം ബുദ്ധിമുട്ടിക്കുന്നതിൽ വിഷമമുണ്ട് കേട്ടോ. ദാറ്റ്സ് ഓൾ റൈറ്റ്. അപ്പുറത്തെന്താ ഒരു ബഹളം? ഒരു ഭ്രാന്തനായ മതിൽ ചാടി വന്നു. അയ്യോ, സൂക്ഷിക്കണം. ഇതെന്താ മാഡം കയ്യിൽ ക്യാമറ? നായയുടെ ഡോക്യുമെന്ററിയാ? ഓ മൈ ഗോഡ്, ഇത് ഓഫ് ചെയ്യാൻ ഞാൻ മറന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇസ്മായിൽ സർ, മല്ലികയുടെ കയ്യിലെ പാക്കറ്റ് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കത് വായിക്കാം. പെത്തഡിൻ ഇഞ്ചക്ഷൻ 10 ആംപ്യൂളുകളുടെ പാക്കറ്റാണത്. പക്ഷെ അതിൽ 7 എണ്ണത്തിലെ പെത്തഡിൻ ഉണ്ടായിരുന്നുള്ളൂ. 3 എണ്ണം പെത്തഡിന്റെ ലാബിൽ ഒട്ടിച്ച അഡ്രിനാലിൻ ആയിരുന്നു. ആദ്യത്തെ 2 ദിവസം അപർണയ്ക്ക് പെത്തഡിൻ തന്നെയാവും കിട്ടിയത്. 3-ാം ദിവസം പെത്തഡിനാണെന്ന് കരുതി അവർ ഇഞ്ചക്ട് ചെയ്തത് അഡ്രിനാലിനായിരുന്നു. 1/1000 ഡയലൂഷനുള്ള അഡ്രിനാലിൻ നേരിട്ട് രക്തത്തിൽ കലർന്നാൽ ഹൃദയം നിലക്കാൻ നിമിഷങ്ങൾ മതി. അതെ, അപർണയെ കൊന്നത് ഞാനാണ്. അവളെ രക്ഷപ്പെടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതാണ് 1-ന് പകരം 3 കുപ്പി അഡ്രിനാലിൻ വെച്ചത്. മല്ലിക എങ്ങനെയായിരുന്നു ഈ തീരുമാനത്തിലെത്തിയത്? അപർണയും ആനന്ദുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി എങ്ങനെ അറിഞ്ഞു? എക്സ്പ്ലെയിൻ ഇറ്റ്. ഭർത്താവിന്റെ അബദ്ധസഞ്ചാരം അറിയാൻ ഭാര്യക്കാരുടെ സഹായം വേണ്ട. സഹപ്രവർത്തകരിൽ ചിലരൊക്കെ സംശയങ്ങൾ പറഞ്ഞു. കാലം തെറ്റി വന്ന ഇൻഫാക്ച്വേഷൻ, അതിനപ്പുറം ഒന്നും ഉണ്ടാവില്ലെന്ന് കരുതിയത്. ആ ഇടയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു. അയ്യോ. ഹായ് ആനന്ദ്, അപർണ ഹിയർ. തന്റെ മല്ലിക ആളൊരു ഇന്റർനാഷണൽ മന്ദബുദ്ധി തന്നെ. പക്ഷെ ഒരു ബുദ്ധിജീവി ലുക്ക് വരുത്താൻ അവള് ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. അപർണ, ഇത് ഒത്തിരി ഡേഞ്ചറസ് ആയ തമാശയാണ്. എന്തിനാണ് ഇടയ്ക്കിടെ മല്ലികയുടെ ഫോണിൽ വിളിക്കുന്നത്? എന്റെ ഫോണിൽ വിളിച്ചുവിടോ. അവള് സംശയിക്കാതിരിക്കാൻ. എല്ലാം പൊട്ടിത്തെറിക്കുന്നത് വരെ പാവം സമാധാനമായി ജീവിക്കട്ടെ സർ. എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ആനന്ദിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്തുകൊണ്ട് എന്നെക്കാൾ ഉയരത്തിലാണ് അപർണ. ഞങ്ങൾക്ക് കുട്ടികളുണ്ടാത്തത് എന്റെ ഡിഫക്റ്റാ. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അപർണയെ കൊഴിഞ്ഞു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അന്നൊരു വ്യാഴാഴ്ച ആയിരുന്നു. വ്യാഴാഴ്ചകളിൽ എനിക്ക് ലക്ഷ്മി ഹോസ്പിറ്റലാണ് ജോലി.
പാർട്ട് ടൈം ജോലി എന്നതിനേക്കാൾ ഡോക്ടർ ലക്ഷ്മിയുടെ പേഷ്യന്റ് ആയിട്ടാണ് ഞാൻ പോയിരുന്നത്. ഡോക്ടർ ലക്ഷ്മി നല്ലൊരു ഗൈനക്കോളജിസ്റ്റാ. അന്നത്തെ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോ ഞാൻ കെയറിംഗ് ആണെന്ന ലക്ഷ്മി പറഞ്ഞത് ലോകം അറിയാൻ സന്തോഷിക്കേണ്ട സമയം. അപർണയുടെ ഡൈവോഴ്സ് ഉറപ്പായും കിട്ടുമെന്ന നിലയിലായി. അത് കിട്ടിയ അടുത്ത ദിവസം ഞാൻ പുറത്ത്. ആനന്ദ് എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നു. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ എന്നെ വിട്ടു പോകുന്നത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. 3 ദിവസം ഞാൻ ഉറക്കമില്ലാതെ ആലോചിച്ചു. അപർണയ്ക്ക് പലപ്പോഴും പെത്തഡിൻ വാങ്ങിച്ചു കൊടുത്തിരുന്നത് ഞാനായിരുന്നു പുറത്തുനിന്ന്. എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ അവളെ കൊന്നു.